നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് മേടക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് ഇടവക്കൂറിലുമാണ്. മേടക്കൂറുകാർക്ക് രക്ഷാസ്ഥാനത്ത് 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനമുള്ള ഒരു മാസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലാവസ്ഥ ഉണ്ടാകാൻ യോഗമുണ്ട്. എന്നാൽ ഏഴശ്ശിനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏഴശ്ശിനി തുടങ്ങിയത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുക, കർമാധിപതി 12 നിൽക്കുന്നതാണ്, തൊഴിലൊരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ശുഭമധ്യസ്ഥിതി ആയത് കാരണം നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. സദനം അന്ത്യം എന്ന് പറയുന്ന യോഗമാണ്. അപ്പോൾ ധനാഭിവൃദ്ധിക്ക് യോഗമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അനാവശ്യമായിട്ട് കുറച്ച് യാത്രകൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. 14-ാം തീയതി വരെ 12-ലാണ് സൂര്യനും നിൽക്കുന്നത്. യാത്ര കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം പോലെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ളൊരു പ്രശ്നത്തിനും യോഗം കാണുന്നുണ്ട്. ശുക്രന് മന്ദയോഗം വന്നു, ദ്വിദ്വാദശ യോഗമാണുള്ളത്. അതേപോലെ തന്നെ ശത്രു സ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്. ശത്രു സ്ഥാനാധിപതിയും കൂടി ബാധകാധിപതിയോട് ചേർന്നിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ശത്രുദോഷം കുറച്ച് പ്രബലമായത് കാരണം അനാവശ്യമായിട്ടുള്ള ചെലവ് പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനും ദേഷ്യ എടുത്തിയേട്ടം പോലെയുള്ള കാര്യങ്ങൾ കൂടാനും യോഗമുള്ള മാസമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ജന്മത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ 5-ൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നു. മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ്. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 12ാം ഭാവത്തിൽ സൂര്യനും നിൽക്കുന്നുണ്ട്. അപ്പോൾ 14-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് അനാവശ്യമായിട്ട് യാത്രകൾ വേണ്ടി വരിക, യാത്രകൾ കൊണ്ട് ക്ഷീണം ഉണ്ടാകുക, അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. ദൈവാധീനം ഉണ്ടാകാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദേഷ്യ എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ, തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ആ ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നിവർത്തിസ്ഥാനം 7ാം ഭാവാധിപതിക്ക് നീചാവസ്ഥയാണ് വന്നത്. അപ്പോൾ സഹായസ്ഥാനത്ത് നിൽക്കുന്നത് നീചത്തിൽ ശൂന്യബലവാനായിട്ട് നിൽക്കുന്ന നിവർത്തിസ്ഥാനാധിപതിയും ദുരിത ഭവനാധിപതിയാണ്. അപ്പോൾ അത് ലഗ്നാൽ നിവർത്തിസ്ഥാനാധിപതിക്ക് ബലഹീനത വന്നത് കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം നമുക്ക് മാനസികമായിട്ട് തൃപ്തി തരില്ല. അതേപോലെ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ വയ്യ. നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾക്ക് കുറവുണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷ പരിഹാരം ചെയ്യണം. അതുപോലെ തന്നെ ശത്രുദോഷം ഉള്ളത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി, നെയ്വിളക്ക്, നാഗപൂജ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും മേൽപ്പറയപ്പെട്ട ദോഷം പരിഹരിക്കാനായിട്ട് നല്ലതാണ്. അപ്പം നല്ല പരിഹാരം, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണം ഈ മാസം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.